അങ്ങനെ ചാന്തുപൊട്ട് എന്ന സിനിമയിൽ ദിലീപും ഗോപികയും കൂടി തകർത്ത് അഭിനയിച്ച ഈ ഗാനരംഗം രേണുവും നമ്മുടെ ദാസാട്ടനും കൂടി അഭിനയിച്ചപ്പോൾ അത് മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കമന്റുകൾ വളരെ മോശമായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റീലിന്റെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് രേണു, എന്ത് തോന്നുന്നു? ഈ കമന്റുകളോടുള്ള മറുപടി എങ്ങനെയാണ്? എപ്പോഴും പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്റെ മനസ്സിനെ ബാധിക്കത്തില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ലോകത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് അത്രയും വേദനയില്ല നെഗറ്റീവ് കമന്റ്സിന് എനിക്ക്. സോ എന്തും നേരിടാൻ തന്നെ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് കമന്റ്സിനോട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വിഷമാവും കേട്ടോ നെഗറ്റീവ് കേൾക്കുന്നു. അവർക്കാണ് വിഷമം. രേണു നിന്നെ പറ്റി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ കാണുന്നതിന് റിപ്ലൈ ഞാൻ ഈ ഇടയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് വിട്ട്, എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വിട്ടു. നാടകത്തിന്റെ തിരക്കാണ്, അതുകൊണ്ട് ഞാനത് വിട്ടു. രേണു, അതാണ് എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രേണു സാധാരണ സോഷ്യൽ മീഡിയകൾ ഉള്ള ആളുകളെ പോലെ അല്ല. അത്തരത്തിൽ എത്ര കമന്റുകളുണ്ടോ രേണു ഓരോ റീല് പോസ്റ്റ് ചെയ്യുമ്പോഴും അതിന് എത്ര കമന്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ 36 കമന്റ് ഉണ്ടെങ്കിൽ ആ 36 കമന്റിനും രേണു റിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അത് അവർ ചോദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും മാന്യമായിട്ടൊക്കെ റിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ നെഗറ്റീവ് കമന്റ്സിന് ഒരു കുറവില്ലല്ലോ രേണു. അതിപ്പോ ഓരോരുത്തരുടെ വ്യക്തിപരമല്ലേടാ. ഇപ്പം അശ്വതി, ഇപ്പം നമ്മുടെ കയ്യിൽ ഫോൺ, നമ്മുടെ മനസ്സിൽ ടൈപ്പ് ചെയ്യുന്ന ഇപ്പൊ ഓരോരുത്തർക്കും പല ചിന്താഗതിക്കാരാണ്. ചിലവരാണെങ്കിൽ കുശുമ്പ് കൊണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ ഇവളെ എങ്ങനെ, അല്ലാതെ സുധിച്ചാനുള്ള ഇതിനകത്ത് നല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ, സുധിച്ചാനുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവര് ഈ നെഗറ്റീവ് ഇടുന്നത്. രേണുവിനെ എങ്ങനെങ്കിലും ഇവളെ എങ്ങനെ തകർക്കണം. പക്ഷെ ഞാൻ തകരത്തില്ല. അത് വേറെ കാര്യം. ഇത് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ലോ, നെഗറ്റീവ് ഇടുന്നവർക്ക് അറിയത്തില്ലോ. ഞാൻ തകരത്തില്ല. കാരണം ഞാൻ ഉറച്ചു തന്നെ പറയുന്നു. ഞാൻ എന്താ പറയാ, എന്റെ ഹൃദയം അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് കേൾക്കുന്ന എന്റെ ഹൃദയം കല്ല് തന്നെയാണ്. പക്ഷെ അത് എന്താ പറയാ, അത് വേദനിക്കത്തില്ല, വിഷമിക്കത്തില്ല. ഞാൻ വിഷമിക്കത്തില്ല. കാരണം എന്നെ വന്ന് എന്റെ ദേഹത്തിലിട്ട് അടിച്ചാൽ എനിക്ക് വേദനിക്കും. പക്ഷെ ഈ നെഗറ്റീവ് കമന്റ് എനിക്ക് വേദനിക്കത്തില്ല. ഇനിയും പറയാണ്, ഇനിയും നിങ്ങൾ നെഗറ്റീവ് അടിച്ചാലും ഞാൻ വേദനിക്കത്തില്ല. കാരണം എന്റെ കൂടെ 10 പേരാണെങ്കിലും നല്ല കുറച്ച് ആൾക്കാര് അത് മതി. എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്റെ ഫാമിലി ഉണ്ട്, എന്റെ മൂത്ത മകനുണ്ട്, ഇളയ മോൻ 5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ വരെ എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്താ, എന്റെ മൂത്ത മോൻ എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സിനെ നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്റെ വീട്ടുകാര്, എന്റെ സ്വന്തം ചേച്ചി, എന്റെ രമ്യ ചേച്ചി, എന്റെ ചേട്ടാപ്പി, എന്റെ പപ്പാമ്മ, എല്ലാവരും എന്നെ സപ്പോർട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ വിഷമിക്കണല്ലേ. എന്റെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാവരും എന്നെ സപ്പോർട്ടാണ്. പിന്നെ എന്തിനാണ് ഈ പേരറിയാൻ പറ്റാത്ത കുറെ ഫേക്കുകളിൽ നിന്നുള്ള കമന്റ്സ് ഒക്കെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നല്ലടാ. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ടെൻഷൻ അടിച്ച് സങ്കടപ്പെടാറില്ല. ആദ്യമൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇതെന്തിനാണ് എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് അത് മാത്രം. അല്ലാതെ ഈ അറിയാത്തവരുടെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എന്നെ അത് ബാധിക്കത്തില്ല.